ധനികനായ ഒരു അറബി ഒരു ദിവസം നാടു കാണാൻ ഇറങ്ങി. എനിക്കെന്തെങ്കിലും ജോലി തരണേ. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അറബി കാണുന്നത് ക്ഷീണിച്ച് മുഷിഞ്ഞ വേഷം ധരിച്ച ഒരാൾ വണ്ടിക്കടുത്ത് നിൽക്കുന്നതാണ്. അലി എന്നായിരുന്നു അയാളുടെ പേര്. അറബിക്ക് അലിയെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. അയാൾ അലിയെ കണ്ട ഭാവം നടിക്കാതെ മുന്നോട്ട് പോയി. എന്നാൽ അലി വണ്ടിക്ക് പിന്നാലെ നടന്നു. പിശുക്കൻ അറബി അവസാനം സഹികെട്ട് പറഞ്ഞു, ജോലി തരാം, പക്ഷെ 1 വർഷത്തേക്ക് ഒരു ചെമ്പ് നാണയമായിരിക്കും കൂലി. അലി സമ്മതിച്ചു. ഒരു ചെമ്പ് നാണയമെങ്കിലും കിട്ടുമല്ലോ. അറബി പറഞ്ഞ ജോലികളെല്ലാം അലി ചെയ്തു. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചെമ്പ് നാണയം കൂലി നൽകി അറബി അലിയെ പിരിച്ചുവിട്ടു. അലി കൂലിയും വാങ്ങി നടന്നു. അപ്പോഴാണ് എതിരെ ഒരു അമ്മുമ്മ കയ്യിലൊരു ജീവിയുമായി വരുന്നത്. അതൊരു പൂച്ചയായിരുന്നു. അതുവരെ അവിടെ ആരും പൂച്ചയെ കണ്ടിട്ടില്ലായിരുന്നു. ആദ്യമൊന്ന് പേടിച്ചുവെങ്കിലും അവൻ കയ്യിലുള്ള ചെമ്പ് നാണയം നൽകി പൂച്ചയെ സ്വന്തമാക്കി. പൂച്ചയുമായി അലി നടത്തം തുടർന്നു. സുൽത്താന്റെ കൊട്ടാരത്തിന് മുന്നിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര ബഹളം. അവൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുറെ എലികൾ അവന്റെ മുന്നിലേക്ക് ഓടി വന്നു. അപ്പോഴതാ പൂച്ച ചാടി വീണു. പൂച്ച എലികളെ കണ്ടാൽ വെറുതെ വിടുമോ? പൂച്ച എലികളുടെ കഥ കഴിച്ചു. സുൽത്താൻ ഇതറിഞ്ഞു. കൊട്ടാരത്തിലാണെങ്കിലോ ഭയങ്കര എലിശല്യം. സുൽത്താൻ പൂച്ചയെ വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ അലി സമ്മതിച്ചില്ല. സുൽത്താനും വിട്ടില്ല. ഒടുവിൽ 200 സ്വർണ്ണ നാണയം നൽകി സുൽത്താൻ പൂച്ചയെ ഒരു ദിവസത്തേക്ക് വാടകയ്ക്കെടുത്തു. കൊട്ടാരം ആക്രമിച്ച എലികളെ മുഴുവൻ പൂച്ച അകത്താക്കി. സുൽത്താൻ കൊടുത്ത പണം കൊണ്ട് അലി പുതിയൊരു വീട് വെച്ച് താമസം തുടങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞ അറബിക്ക് അസൂയയായി. അയാൾ അലി ഇല്ലാത്ത തക്കം നോക്കി വീട്ടിലെത്തി പൂച്ചയെ കയ്യിലെടുത്തു. മ്യാവൂ. പൂച്ച അറബിയുടെ മുഖത്ത് ഒറ്റ മാന്തൽ. അയ്യോ! അറബി തിരിഞ്ഞൊരൊറ്റ ഓട്ടം. ആ സമയം വീട്ടിൽ തിരിച്ചെത്തിയ അലി കാണുന്നത് ജീവനും കൊണ്ട് ഓടുന്ന അറബിയെയാണ്.